ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പഴയ സാധാരണ പേന ഉപയോഗിച്ച് ഒരു ടച്ച് പേന, നമ്മളെ മൊബൈലൊക്കെ ടച്ച് സ്ക്രീനൊക്കെ മൂവ് ചെയ്യാനും വരക്കാനൊക്കെ പറ്റുന്ന ഒരു പേനയിലേക്ക് സാധാരണ പേനയെ മാറ്റുകയാണ്. അത് നമുക്ക് കാണാം. ആദ്യം നമ്മൾ ഒരു പേന എടുക്കുക, പിന്നെ ഒരു വയറിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഇൻസുലേഷൻ നീക്കി അതിൻ്റെ കോപ്പർ എടുക്കുന്നു. അത് പെന്നിൻ്റെ മുൻഭാഗത്ത് ചെറുതായി ഒന്ന് ചുറ്റുന്നു. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡ് വരെ കൊണ്ടുവന്ന് അവിടെയും ചുറ്റുന്നു. ഈ വയറിൽ ടച്ച് ചെയ്ത് നമ്മൾ എഴുതുമ്പോഴാണ് ടച്ച് സ്ക്രീനിലേക്കുള്ള നമ്മുടെ എഴുത്ത് സാധ്യമാകുന്നത്. നമ്മുടെ വിരലുകൊണ്ട് ടച്ച് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഇതുപോലെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ ഈ പെന്നുകൊണ്ട് എഴുതുമ്പോൾ ആ വയറിൽ തൊട്ടു വേണം എഴുതാൻ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ എഴുതുന്ന എഴുത്തോ ടച്ചിങ് എഫക്റ്റോ നമുക്ക് കിട്ടുകയില്ല. അതിനാൽ എഴുതുമ്പോൾ ഇതിൽ ടച്ച് ചെയ്യുക. ഒരു കോട്ടൺ നൂലെടുത്ത് നമ്മുടെ പെന്നിൻ്റെ മുൻഭാഗത്ത് വയറിന് മുന്നിലായി അതിൻ്റെ മുകളിലായിട്ട് ചുറ്റുന്നു. കോട്ടൺ നൂല് കുറച്ച് വെള്ളം നനച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതാവുമ്പോഴാണ് ശരിയായ ടച്ച് എഫക്റ്റ് കിട്ടുന്നത്. അത് കുറച്ച് വെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടച്ച് എഫക്റ്റ് കിട്ടുകയുള്ളൂ. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് ഇത് മാറ്റി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ടച്ച് സ്ക്രീൻ ടച്ച് എഫക്റ്റൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു പേപ്പറിൽ എഴുതി നോക്കാം. ഇത് നമ്മളിപ്പോൾ മൊബൈലിൽ ഒരു റൈറ്റിംഗ് പാഡ് എടുത്ത് അതിൽ എഴുതുകയാണ്. എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,